5 മിനിറ്റ് കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, കുറച്ച് കുക്കുംബർ, കുറച്ച് ടൊമാറ്റോ, അതുപോലെ കുറച്ച് ഓനിയന്, കുറച്ച് ഗ്രീൻ ചില്ലി, പിന്നെ വീട്ടിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നതുകൊണ്ട് അതും എടുത്തിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ ഓപ്ഷണലാണ്. പിന്നെ ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വെജിറ്റബിൾസ് എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചാൽ ഞാനൊരു ബൗളിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വെജിറ്റബിൾസ് നമുക്ക് സ്വീറ്റ് കോണ്, അതുപോലെ പൊട്ടാറ്റോ, അതല്ലെങ്കിൽ ക്യാബേജ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസൊക്കെ മാറ്റം വരുത്താം. ചിക്കൻ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ചിക്കന് പകരം ബീഫും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ മിനി ബണ്ണുകളാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ബണ്ണാണെങ്കിൽ അത് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ബ്രെഡിൻ്റെ പീസ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അപ്പം ബണ്ണായതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടായിട്ട് സ്ലൈസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ എന്താ ബണ്ണാണോ അല്ലെങ്കിൽ ബ്രെഡാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മിനി ബൺ ആയതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ബണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ബ്രെഡ് ആണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ ഓയിലിനകത്തേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബണ്ണ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ കട്ട് ചെയ്ത പീസ് താഴേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ബ്രെഡാണെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതോ ഒരു ഭാഗം നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ അത് അങ്ങ് ചൂടാക്കി എടുക്കുക. വേണമെങ്കിൽ രണ്ട് ഭാഗവും ചൂടാക്കുക. ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് പാനിൽ വെച്ചിട്ട് നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ചൂടാക്കി വെച്ച ബന്നിൻ്റെ ഓരോ സൈഡിലും ഒരല്പം ഗാർലിക് സോസ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗാർലിക് സോസ് പ്രിപ്പയർ ചെയ്തതില്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ അതല്ലെങ്കിൽ വേറെ മയണൈസോ എന്താ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള അത് വെക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ എഗ്ഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് വേണേൽ ഒന്ന് കുത്തിയെടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. രണ്ട് സൈഡിലും ഗാർലിക് സോസ് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് കവർ ചെയ്യുക. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ഭംഗിയാക്കുക. കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ബർഗറിൻ്റെ ആ ഒരു രൂപത്തിലൊക്കെ മാറ്റിയെടുക്കാം. വേണേൽ ഇതിൽ കൂടെ ഒരു കട്ട് ചെയ്ത ടൊമാറ്റോ, അതല്ലെങ്കിൽ ക്യാപ്സിക്കം, അല്ലെങ്കിൽ ഓണിയൻ, ഇതൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ചീസ് ഉണ്ടെങ്കിൽ ചീസും വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഈവനിങ്ങിലും കഴിക്കുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതുപോലെയുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിഷുമായിട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.